പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല എന്നൊരു വിഷയം നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞാൻ എത്ര കരഞ്ഞിട്ടും എത്ര ഉപവസിച്ചിട്ടും ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? എങ്കിൽ 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്? നിങ്ങൾ എത്രത്തോളം സമയങ്ങൾ ദൈവസന്നിധിയിൽ ചിലവാക്കുന്നുണ്ട്? ഒന്ന്, നിങ്ങൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. 2, നിങ്ങൾ എത്രത്തോളം സമയം ദൈവസന്നിധി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് അല്പസമയം മുന്നോട്ട് കടന്നുപോയാലും ആ വിഷയത്തിന് മറുപടി ഉണ്ട് നിശ്ചയമായി. പലരും ചോദിക്കുന്നു, സഭയായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല, എത്ര കാലമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറുപടി ലഭിക്കുന്നില്ലെന്ന്. ചോദിക്കട്ടെ, നീ എന്തും വേണ്ടി ദൈവത്തോട് അടുത്തിട്ടുണ്ട്? നീ ദൈവസന്നിധി വിശ്വസ്തതയായിട്ടാണോ നിൽക്കുന്നത്? നീ എത്രത്തോളം സമയങ്ങൾ ദൈവസന്നിധി സ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നീ ദൈവസന്നിധി സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, നീ ദൈവസന്നിധി വിശ്വസ്തതയുള്ള ആളാണെങ്കിൽ, നിന്റെ വിഷയത്തിന് ആരടച്ചാലും ദൈവം നിനക്ക് മറുപടി തുറന്നു തരും. നീ ദൈവസന്നിധി വിശ്വസ്തതയുള്ള ആളാണെങ്കിൽ, ഇത് ലോകം മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തിയാലും അതിനൊന്നും നിന്റെ മറുപടിയോ നിന്റെ വിടുതലിനെയോ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. ദൈവം അത് നിനക്ക് വേണ്ടി തുറന്നു തരും. അതുകൊണ്ട് ദൈവസന്നിധി വിശ്വസ്തതയുള്ളവരായി, ദൈവനാമത്തോട് വിശ്വസ്തതയുള്ളവരായി, ദൈവസന്നിധി സ്പെൻഡ് ചെയ്യുന്നവരായി തീരുക. ദൈവം നിശ്ചയമായും നിന്റെ വിഷയത്തിന് മറുപടി നൽകും. ഗോഡ് ബ്ലെസ് യു.